ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ശക്തി പ്രകടനമാക്കാൻ ഇന്ത്യ സഖ്യം. പ്രതിപക്ഷ നേതാക്കൾ അണിനിരക്കുന്ന പദയാത്ര തുടങ്ങി. അംബേദ്കർ പാർക്കിൽ നടക്കുന്ന മഹാറാലിയിൽ 10,000 പങ്കെടുക്കും. വോട്ടുകൊള്ള മുദ്രാവാക്യമുയർത്തി 16 ദിവസമായി നടത്തുന്ന യാത്രയാണ് ഇന്ന് അവസാനിക്കുന്നത്. കടന്നുപോയ 25 ജില്ലകളിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയത് വലിയ ജനപങ്കാളിത്തം. യാത്രയിലുടനീളം കണ്ട ആൾക്കൂട്ടം യാത്രയുടെ വിജയമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വോട്ടധികാർ യാത്ര ഒരു ചരിത്ര വിജയം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ബീഹാറിൽ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് സാഹചര്യത്തിലും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് വോട്ടധികാർ യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്ന വൻപിച്ച ജനപിന്തുണ. ഭിന്നിച്ചു നിന്ന ഇന്ത്യ സഖ്യത്തെ ഒന്നിപ്പിക്കാനായതാണ് യാത്രയുടെ മറ്റൊരു നേട്ടം. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ഇന്ത്യ സഖ്യം നേതാക്കളെയും രംഗത്തിറക്കി നടത്തിയ പ്രചാരണം ഗുണം ചെയ്തെന്നും പ്രതിപക്ഷ ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. ബീഹാറിൽ ഇത് വലിയ തോതിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര BJP ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമായി ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വിമർശനം ഇന്ത്യ വേദി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റം മുഴുവൻ സംശയാസ്പദമാണ്. ബീഹാറിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്നത്. ബീഹാറിനെ ഇളക്കിമറിച്ച് നടത്തിയ പ്രചാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റം സൃഷ്ടിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.